ഭദ്രകാളി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ മനസ്സിലാദ്യം തോന്നുന്ന ഒരു ഭാവമുണ്ട്. വളരെ രൗദ്രവും കോപാവേശത്തോടെ നിൽക്കുന്ന ഒരു ദേവിയുമായിട്ടുള്ള ഒരു തോന്നലാണ് നമുക്ക് ഉണ്ടാവുന്നത്. പക്ഷേ അത് സ്ഥായി ഭാവം എന്നുള്ള ഒരു രീതിയല്ല അതിന്. ദുഷ്ടതകളെ നമ്മളുടെ മനസ്സിൽ നിന്ന് മാറ്റുക, ബാക്കി നമ്മളുടെ സച്ചിന്തകളെ നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കുക. ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഭദ്രകാളി ഉപാസനയെ കൊണ്ട് നമുക്ക് കിട്ടുന്നത്. ഭദ്രകാളിയെ സംബന്ധിച്ച് ഇപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, കാളിദാസനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കഥ ഇതുണ്ട്. കാളിദാസന് ഈ രീതിയിലുള്ള ഒരു സർഗാത്മക സിദ്ധി നേടിയത് ശരിക്കും ഭദ്രകാളിയുടെ ഒരു അനുഗ്രഹം കൊണ്ടാണ് എന്നുള്ള ഒരു കഥ നിങ്ങൾ ചിലപ്പോൾ കേട്ടിരിക്കാം. ഭദ്രകാളി രാത്രി യാമം മാറി പുറത്തേക്ക് എഴുന്നള്ളിയ സമയത്ത് കാളിദാസൻ ആ ഭദ്രകാളി ക്ഷേത്രത്തിൽ കയറിയിരിക്കുകയും ഭഗവതി അത് കഴിഞ്ഞ് അകത്തേക്ക് പ്രവേശിക്കാൻ വരുമ്പോൾ അകത്ത് കാളിദാസൻ ഇരിക്കേണ്ടതെന്നും ചോദിച്ച് അകത്താര് എന്ന് ഭദ്രകാളി ചോദിക്കുകയും അന്നേരം കാളിദാസൻ വളരെ രസകരമായിട്ട്, കാളിദാസൻ അന്നേരം യാതൊരു ബുദ്ധിയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വാസനകളോ ഒന്നും ഇല്ലാത്ത ഒരു തീരെ പാമരനായിട്ടുള്ള ഒരാളായിരുന്നു എന്നാണ് ഇതിങ്ങനെ പറയുന്നത് കേൾക്കുന്നത്. ധൈര്യമായിട്ട് തന്നെ പുറത്താരെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പോഴാണ് ഭഗവതി പറയുന്നത് പുറത്ത് കാളിയാണ് എന്ന് പറയുന്നു. അപ്പോൾ കാളിദാസൻ ഉള്ളിൽ നിന്ന് പറയുന്നു എങ്കിൽ അകത്ത് ദാസനാണ് എന്നുള്ള മറുപടി പറയുന്നു. ഉടനെ ഭഗവതി ആ കാളിദാസൻ്റെ നാവ് നീട്ടി അതിൽ കാളിദാസൻ എന്നെഴുതുകയും അതോടുകൂടി തന്നെ കാളിദാസൻ വിശ്വപ്രസിദ്ധനായിട്ട് നിങ്ങൾക്കറിയാലോ, മഹാകാവ്യങ്ങൾ 2 മഹാകാവ്യങ്ങൾ രചിച്ച് മഹാകവികളിൽ വെച്ച് മഹാകവിയായിട്ട് തന്നെ അദ്ദേഹം മാറുകയും അതിൻ്റെ നമുക്ക് മഹാകാവ്യങ്ങളടക്കം തെളിവായിട്ട് ഇപ്പോൾ നമുക്ക് നിലവിൽ ലഭ്യമാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭദ്രകാളി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഒരു ഭയപ്പെടുത്തുന്നൊരു ചിന്തകളാണ് ആദ്യം വരുന്നത്. അപ്പോൾ ആ നമ്മളുടെ മനസ്സിൽ മാലിന്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമുള്ളൂ. ആ മാലിന്യങ്ങളെ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ വരദായിനിയായിട്ടുള്ള വിദ്യാപ്രദായിനിയായിട്ടുള്ള മാതൃത്വം തുളുമ്പുന്ന നമ്മളുടെ ജഗന്മാതാവായിട്ട് തന്നെയുള്ളതാണ് ഭദ്രകാളി എന്ന് പറയുന്ന മൂർത്തി. അപ്പോൾ നമ്മളോട് വളരെ കാരുണ്യപൂർവ്വം തന്നെ അനുഗ്രഹിച്ച് അരുളുന്ന ഭഗവതി സങ്കല്പം തന്നെയാണ് ഭദ്രകാളി എന്ന് പറയുന്നത്. ഇതാണ് ഭദ്രകാളിയുടെ ഒരു പ്രത്യേകത. ദുഷ്ടതകളെ നമ്മളുടെ മനസ്സിൽ നിന്ന് വളരെ പെട്ടെന്ന് മാറ്റിത്തരാൻ കഴിവുള്ള ഭഗവതി എന്നുള്ള സങ്കല്പം കൊണ്ടാണ് ആ ഒരു ചിന്ത നമുക്ക് ആദ്യം തന്നെ ഭദ്രകാളി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് അങ്ങനെ കയറി വരുന്നത്. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്ക് ഭദ്രകാളിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് ഗുരുതി നിവേദ്യം തന്നെയാണ്. നമുക്ക് ആ ഗുരുതി നിവേദ്യം 2 രീതിയിലുണ്ട്. സേവിക്കാനുള്ള ഗുരുതിയുണ്ട്, അതുപോലെ തന്നെ നമുക്ക് തർപ്പിക്കാനുള്ള ഗുരുതിയുണ്ട്. അപ്പോൾ അടുത്തുള്ള ഭഗവതി ക്ഷേത്രങ്ങളിലൊക്കെ ഗുരുതി പ്രസാദമായിട്ട് നമുക്ക് തീർത്ഥമായിട്ട് ലഭിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ആ ഗുരുതി പ്രസാദം സേവിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിനും വളരെ നമ്മളുടെ ഒരു അണുനാശിനി പോലെ പ്രവർത്തിക്കുന്ന ഒരു ഇതാണ് ഈ തീർത്ഥം എന്ന് പറയുന്നത്. പിന്നെ ഭദ്രകാളിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടെന്ന് പറയുന്നത് കടുംബായസാണ് നമുക്ക് നിവേദ്യാദി ഇതിലുള്ളത്. പിന്നെ ഭദ്രകാളി സൂക്തം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൂക്തമുണ്ട്. ആ ഭദ്രകാളി സൂക്തം ചൊല്ലിയുള്ള പുഷ്പാഞ്ജലി, ഇങ്ങനെ 3 വഴിപാടാണ് ഭദ്രകാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നത്.